നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. അത് തേടാതെ ഈ മനസ്സിലാക്കാൻ പറ്റാത്തത് തേടുന്നതുകൊണ്ടാണ് നീ ഒന്നും രക്ഷപ്പെടാത്തത്. നമ്മൾ ലാംഗ്വേജ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മളൊക്കെ ഒരു ട്രൈബുകളായിട്ട് ഗോത്രങ്ങളായിട്ട് ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യൻ നൽകിയ മീനിങ് അല്ലാതെ ഈ നേച്ചറിൽ അല്ലെങ്കിൽ ഈ ലൈഫിൽ എന്തിനെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? ഒരാളുടെ മൈൻഡിലുള്ള ആശയം വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായതോടുകൂടിയാണ് നമ്മൾ ഒരു സുപ്പീരിയർ അനിമലായി മാറിയത്. ഞാൻ അങ്ങനെ ജീവിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ ആ ഒരു സമയത്തും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യൻ്റെ മീനിങ് ആണെന്ന് അതാണ് മെയിനായിട്ട് അദ്ദേഹം അവിടെ വെക്കുന്നൊരു പോയിന്റ്. ഞാൻ അങ്ങനത്തെ ഡെഫിനിഷൻ കൊടുക്കൽ നിർത്തി. അൺസാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്താണ് ഈ ചോദ്യങ്ങളിലോട്ട് നമ്മൾ കിടക്കുന്നുണ്ടാവാം. നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും നേടിയിട്ട് എന്താ കാര്യം? ഉദാഹരണത്തിന് ഒരു സിനിമ കാണാൻ നിന്റെ 2 കണ്ണും ചൂഴ്ന്നു കൊടുത്ത് ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ലോകത്തെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ്, ആ ഫുഡ് നിനക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള പ്രതിഫലം നിന്റെ നാവ് മുറിച്ചു കൊടുക്കലാണെന്ന് വിചാരിച്ചു. അതിൽ കാര്യമുണ്ടോ? സോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട യൂണിറ്റിനെ നഷ്ടപ്പെടുത്തിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനങ്ങളെ കയ്യിലാക്കാൻ ശ്രമിച്ചാൽ എന്താ ഗുണം? ഹലോ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൊയ്തീൻ. നമ്മളുടെ കൂടെയുള്ളത് അനിൽകുമാർ PC ആണ്. സോ വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. ഇന്ന് വീണ്ടും എപ്പോഴത്തെയും പോലെ ഒരു ഡീപ്പായുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലൈഫ്? നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിനെ പറ്റിയിട്ട് ഒന്ന് റിഫ്ലക്റ്റീവായിട്ട് ചിന്തിക്കുന്നവർ ചോദിച്ചു പോകുന്നൊരു ക്വസ്റ്റ്യനാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത്, ജീവിതത്തിൽ എന്തോ ഒരു ഇന്നർ വോയിഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? നമ്മളൊരു ഓട്ടത്തിലാണ് എപ്പോഴും, ഒരു റാറ്റ് റേസ് എന്ന് പറയുന്ന പോലെ. എങ്ങനെ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബം ഉണ്ടാകുന്നു, ഇങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും ആ ഒരു തോട്ട് പലരുടെയും മൈൻഡിൽ കടന്നു വരാറുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യമെന്ന്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. പലപ്പോഴും അങ്ങനെ ചോദിച്ചു പോകുന്ന മൊമെൻറ്റ്സ് നമ്മളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. പലരും ആ ഒരു ക്വസ്റ്റ്യനിൽ കുഴഞ്ഞു പോകാറുണ്ട് ജീവിതത്തിൽ. അത് ഒരു വലിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കാറുണ്ട്, ഒരു എംപ്റ്റിനെസ് പലരിലും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലൈഫ്? ഞാനും ഏറ്റവും കൂടുതൽ നേരിട്ട് പേഴ്സണൽ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ ശേഷം സർ അവസാനം ഒരു ചോദ്യം കൂടെ ഉണ്ട്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ സിമ്പിളായിട്ട് ഒരു ഉത്തരത്തിൽ അത് അവസാനിപ്പിക്കാൻ നോക്കും, ദർ ഇസ് നോ മീനിങ്. ആ ഒരു ഉത്തരം കൊടുക്കുക. പക്ഷേ ഈ ഒരു ഉത്തരം അവരെ പ്രകോപിപ്പിക്കും. ദർ ഇസ് നോ മീനിങ്. ദർ ഇസ് നോ മീനിങ്, ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് പറയും. അത് ഞാൻ കോൺഷ്യസ്ലി പറയുന്നത് തന്നെയാണ്. കാരണം മീനിങ് തേടൽ തന്നെ ഇന്നൊരു ഭ്രാന്തായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മീനിങ് ഇല്ലാത്ത ഒന്നിൻ്റെ മീനിങ് തേടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? ചിന്തിച്ച് നോക്കും. ഞാനവിടെ നമുക്കത് ശരിക്കും ജീവിതത്തിനൊരു പേർപ്പസ് ഉണ്ടോ, ഗോളുണ്ടോ, മീനിങ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപ് ഞാനൊരു ആശയം മുന്നിലേക്ക് വെക്കട്ടെ. ഈ ലോകത്തിൽ ശരിക്കും ഒന്നിനും ഒരു മീനിങ് ഇല്ല എന്ന് വിചാരിക്കാം. ജീവിതത്തിനും ഒരു മീനിങ്ങും ഇല്ല. വാസ്തവത്തിൽ മീനിങ് നമ്മൾ കൊടുക്കുന്നതാണ്. ജീവിതത്തിൽ വാസ്തവത്തിൽ ഒരു മീനിങ്ങും ഇല്ല. അതെ, മനസ്സിലായി. അതായത് മനുഷ്യൻ മീനിങ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഉറപ്പല്ലേ? നമ്മൾ ലാംഗ്വേജ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മളൊക്കെ ഒരു ട്രൈബുകളായിട്ട് ഗോത്രങ്ങളായിട്ട് ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം. ഒന്നിനും മീനിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് കണ്ടുപിടിച്ചത് ഒരു മൃഗത്തെ വേട്ടയാടാൻ വേണ്ടി ഗ്രൂപ്പായിട്ട് ഒരു എഫർട്ടൊക്കെ വേണ്ടിവരുമല്ലോ. അപ്പോൾ നീ അവിടെ നിൽക്ക്, ഇവിടെ നിൽക്കുന്നൊക്കെ പറയാൻ, ഇങ്ങനത്തെ പല ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക, ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടാവുക. അതെ, ഈ സ്റ്റഡീസ് പറയുന്നത് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടിയാണ് നമ്മളെ ഇത്രയും. അതെ, ഒരാളുടെ മൈൻഡിലുള്ള ആശയം വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായതോടുകൂടിയാണ് നമ്മൾ ഒരു സുപ്പീരിയർ അനിമലായി മാറിയത്. മറ്റ് ജീവജാലങ്ങളൊക്കെ അത് അത്ര ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ ലാംഗ്വേജ് എന്ന സാധനം ഡെവലപ്പ് ആവുന്നത്. ലാംഗ്വേജ് എന്ന സാധനം ഡെവലപ്പായ കൂട്ടത്തിൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ തന്നെ ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ ഒരു മലയാളം പഠിക്കുന്ന കാലത്ത് പോലും നമ്മൾ ഓരോന്നിൻ്റെ അർത്ഥം പഠിക്കുമായിരുന്നു, അല്ലേ? അർത്ഥം എഴുതുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൻ്റെ മീനിങ് എഴുതുക എന്ന് പറയും. അങ്ങനെ നമ്മളെ ഓരോന്നിൻ്റെയും മീനിങ് ഇങ്ങനെ ടീച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ വസ്തുക്കൾക്ക് മീനിങ് ഉണ്ടാവാൻ തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മളൊരു കുഞ്ഞുവാവായിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക് മീനിങ് ഉണ്ടോ? ഇല്ല.
ബട്ട് വി ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്. മീനിങ് ഇല്ലെങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ഒന്നിൻ്റെ മീനിങ് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ മീനിങ് തേടുന്നത് നമ്മളുടെ ഒരു രീതിയാണ്. കാരണം ഇവോൾവ് ആയപ്പോൾ നമ്മൾ എവിടെയൊക്കെയോ അർത്ഥങ്ങൾ തിരയുക, അർത്ഥങ്ങൾ ഉണ്ടാക്കുക, ഒരു മീനിങ് ഇല്ലാത്തതിന് ഒരു പുതിയ മീനിങ് ഇടുക. അതൊക്കെ മനുഷ്യൻ്റെ ഒരു സാംസ്കാരികമായ വികാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, മനുഷ്യനിട്ട മീനിങ് അല്ലാതെ, മനുഷ്യൻ നൽകിയ മീനിങ് അല്ലാതെ ഈ നേച്ചറിൽ അല്ലെങ്കിൽ ഈ ലൈഫിൽ എന്തിനെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? മനുഷ്യന് ഒഴികെയുള്ള മറ്റു ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ. അതെ. അവർക്കൊക്കെ ഈ ഭൂമി എന്തിനു നിലനിൽക്കുന്നു, എൻ്റെ ജീവിതം എന്തിനു നിലനിൽക്കുന്നു എന്ന അതിൻ്റെ ഒരു മീനിങ് വേണമെന്ന വാശി ആ ജീവജാലങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവാറില്ല. ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്കറിയില്ല, പക്ഷെ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. മനുഷ്യൻ്റെ തിങ്കിങ് കോംപ്ലക്സിറ്റി കൂടിയതുകൊണ്ട് മനുഷ്യൻ്റെ ഒരു അനാവശ്യമായ ഒരാവശ്യമായി മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ മീനിങ് തേടൽ. അതുകൊണ്ട് ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇല്ല. പൊതുവെ നിങ്ങൾക്ക് ഒന്നുകിൽ ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം തേടാൻ പറ്റും. രണ്ടും കൂടെ പറ്റില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല. ഒന്നെന്ന് വെച്ചാൽ നമ്മൾക്ക് മീനിങ് തേടാൻ പറ്റും, അല്ലെങ്കിൽ വെച്ചാൽ നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ഒന്ന് ചെയ്യുമ്പോൾ മറ്റത് മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തന്നിട്ട് നിങ്ങൾ ഈ ഐസ്ക്രീം ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് കോംപ്ലിക്കേറ്റഡായി തിങ്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ഇതിലുപയോഗിച്ച പൗഡറിൻ്റെ ബേസ് കണ്ടൻറ്റ് എന്തായിരിക്കും, ഇതിലുപയോഗിക്കുന്ന ഷുഗർ ഏതാണ്, സാക്രിനാണോ ഷുഗറാണോ, ഇതിലുള്ളതൊക്കെ മിൽക്ക് തന്നെ ആയിരിക്കുമോ? ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ മീനിങ്സ്, ഐസ്ക്രീമിൻ്റെ ഗഹനമായ പര്യവേഷണത്തിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അത് കഴിക്കുന്നുണ്ടാവും, പക്ഷേ യു കാൺട്ട് എക്സ്പീരിയൻസ് ഇറ്റ്. നിങ്ങൾ മീനിങ്ങിൻ്റെ പിന്നാലെ ആയിപ്പോയി. പക്ഷേ നിങ്ങളിതൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഐസ്ക്രീം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലൈഫിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം തേടലൊരു വേറെ തലമാണ്. ഒന്നിൻ്റെയും അർത്ഥം തേടരുത് എന്നൊന്നുമല്ല കേട്ടോ ഞാനീ പറയുന്നത്. നമ്മളീ വളർന്ന് വികസിച്ചതിൻ്റെ പിന്നിലൊക്കെ ഒരർത്ഥം തേടലിനൊരു വലിയ റോളുണ്ട്. പക്ഷേ എല്ലാവരും എല്ലാത്തിൻ്റെയും അർത്ഥം തേടൽ മാത്രമായി കഴിഞ്ഞാൽ ജീവിതം പിന്നെ എങ്ങനെ നമ്മൾ ആസ്വദിക്കും? അപ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നിൻ്റെയും മീനിങ് തേടാൻ പോവാതിരിക്കുക, ഇത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. എനിക്ക് കഷ്ടകാലങ്ങൾ വരുമല്ലോ, ആ വാക്കേ ഉള്ളൂ, എനിക്ക് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. കഷ്ടകാലങ്ങൾ എന്ന് പറയില്ലേ, നമ്മൾ ഫിനാൻഷ്യലി ഡൗൺ ആകുന്നത്, അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത്, ഈ സമയങ്ങളിൽ പണ്ടൊക്കെ ഞാൻ ഒരുപാട് ചെറുപ്പത്തിലൊക്കെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, എന്നാലും എനിക്കെന്തുകൊണ്ട് ഈ അപകടം വന്നു, ഞാൻ എത്ര ശ്രദ്ധിച്ചു പോയതാ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കെയർ ചെയ്ത് ജീവിച്ചിട്ട് എനിക്കെന്തുകൊണ്ട് ഈ അസുഖം വന്നു, അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും മരിച്ചു പോയ സമയത്ത് എന്തുകൊണ്ട് അവർ ഇത്ര നേരത്തെ മരിച്ചുപോയി, ഒരു പാവമായിരുന്നല്ലോ, ഇതിനൊക്കെ എനിക്ക് ഡെഫിനിഷൻ വേണമായിരുന്നു. അന്ന് ഞാൻ ഡിസ്റ്റർബായിരുന്നു. അന്ന് എനിക്ക് മനസ്സമാധാനം കുറവായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴാണോ ഇങ്ങനെ തുടങ്ങിയത്, ഒരാൾ മരിച്ചു പോയാൽ യെസ് മരിച്ചുപോയി, വൈ, എന്തുകൊണ്ട് മരിച്ചുപോയി, എല്ലാവർക്കും മരിക്കണമല്ലോ, മരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ, ഒന്നുകിൽ അസുഖം വന്നിട്ട്, അല്ലെങ്കിൽ അപകടം പറ്റിയിട്ട്, അല്ലെങ്കിൽ പ്രായമായിട്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട്, ഇതൊന്നും അല്ലാത്ത വേറൊരു മരണമില്ലല്ലോ. കുറച്ച് മെത്തേഡ് ഓഫ് മരണങ്ങൾ മാത്രമാണല്ലോ ഉള്ളൂ നമുക്ക്. അങ്ങനെ അതിൽ ഒരെണ്ണം സംഭവിച്ചു, ഓക്കെ, അതൊരു അകാല മൃത്യുവായിരുന്നു. ഈ അകാല മൃത്യു എന്നുള്ള വേർഡേ തെറ്റാ. ഒരാൾ 50 വയസ്സിൽ മരിച്ചു, അല്ലെങ്കിൽ 40 വയസ്സിൽ മരിച്ചു, അയാളുടെ അകാല മൃത്യു എന്ന് പറയുന്നു. അപ്പോൾ അയാളുടെ ശരിക്കുള്ള കാലമൃത്യു എപ്പോഴായിരിക്കും? നമ്മൾ വിചാരിക്കുകയാണ് 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടിയിരുന്നൊരു മനുഷ്യൻ 40 വയസ്സിൽ മരിച്ചു പറയുമ്പോൾ നമുക്ക് അകാല മൃത്യുവാണ്. അയാൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട മനുഷ്യനാണ് എന്നുള്ളത് ആരുടെ ഡെഫിനിഷനാണ്? അപ്പോൾ നമ്മൾ കൊടുത്ത ഡെഫിനിഷനാണ്. ഞാൻ അങ്ങനത്തെ ഡെഫിനിഷൻ കൊടുക്കൽ നിർത്തി. എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യം, ഒരു മനുഷ്യൻ ഏത് ഏജിൽ മരിക്കുന്നോ ആ ഏജ് തന്നെയാണ് മരിക്കേണ്ടത്. അപ്പം മരണത്തെക്കുറിച്ചുള്ള ടെൻഷൻ പോയി. പിന്നെ അസുഖങ്ങൾ, ഞാൻ എന്തൊക്കെ കെയർ ചെയ്ത് ജീവിച്ചാലും, എന്നെ എങ്ങനെ ബോഡി കെയർ ചെയ്താലും അസുഖങ്ങളെല്ലാം ഒന്നും എനിക്ക് തടയാൻ പറ്റില്ല. അത് വരേണ്ടത് വരിക തന്നെ ചെയ്യും. വന്നാൽ നമുക്ക് പറ്റുന്ന ചികിത്സകൾ നോക്കുക, മാറ്റാൻ പറ്റുമോ നോക്കുക. ഇനിയും മാറ്റാൻ പറ്റാത്ത അസുഖം വന്നാൽ മരണത്തിന് കീഴടങ്ങുക. ഐ എം റെഡി ഫോർ ദാറ്റ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ മീനിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്ത്
മാൻ സെർച്ച് ഓഫ് മീനിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വിക്ടർ ഫ്രാങ്കൽ എഴുതിയ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പല ദുഃഖങ്ങൾക്കും നമ്മൾ വളരെ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ മനുഷ്യനെ ആ ഒരു സമയത്തും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യൻ്റെ മീനിങ് ആണെന്ന് അതാണ് മെയിനായിട്ട് അദ്ദേഹം അവിടെ വെക്കുന്നൊരു പോയിന്റ്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സൈക്കാട്രിക് പ്രാക്ടീസ് തന്നെ ലോഗോ തെറാപ്പി എന്ന് പറയും. അതായത് ഈ അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഒരു മീനിങ് കൊടുക്കുമ്പോൾ സമയത്ത് ആ വ്യക്തികൾ ഡിപ്രഷൻ ഓവർകം ചെയ്ത് പോസിറ്റീവായുള്ള ഒരു ഔട്ട്കം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മീനിങ് ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യരെല്ലാവരും മീനിങ് മേക്കിംഗ് മെഷീൻസാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അന്വേഷിക്കുന്നത് അത് നമ്മളൊരു കോംപ്ലക്സിറ്റിയിൽ വന്നതാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി മീനിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ സഫർ ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ റോങ് മീനിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതായത് പാസ്റ്റിൽ എനിക്കൊരു മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ അതിനെ ഒരു മോശം മീനിങ് അല്ലെങ്കിൽ ഒരു എന്നെ തന്നെ പിന്നീട് വീക്കാക്കുന്ന തരത്തിലുള്ളൊരു മീനിങ് ആയിരിക്കും കൂടുതൽ. ചിലപ്പോൾ എനിക്ക് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു ക്രൂരത കാണിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിനൊരു മീനിങ് കൊടുക്കുകയാണ്, ഞാൻ മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ ആക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ആളുകളും ക്രൂരരാണ്, എൻ്റെ വിധിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് മീനിങ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സഫർ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഓൾറെഡി നമ്മൾ മീനിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നില്ലെങ്കിലും നമ്മൾ മീനിങ് കൊടുക്കുന്ന വ്യക്തികളായിട്ട് ഇവോൾവ് ആയി ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു മീനിങ് കൊടുക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള മീനിങ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഈ മീനിങ് കൊടുക്കുന്ന പരിപാടി തന്നെ ഉപേക്ഷിക്കണോ? എന്താണ് അവിടെ എനിക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള മീനിങ് കൊടുക്കലോ ഒന്ന് ഡെഫിനറ്റ്ലി അത് വേണം. മീനിങ് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിരിക്കണം. പോസിറ്റീവ് എന്നുള്ളതിനേക്കാളും ഞാൻ പറയുക സിമ്പിൾ മീനിങ്സ് കൊടുക്കാൻ പഠിക്കും. നമ്മൾ മീനിങ്ങേ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു കോംപ്ലിക്കേഷനിൽ നിന്ന് മുക്താവാനാണ് പല മീനിങ്ങും തേടുന്നത്. ആൻഡ് മീനിങ് ഇറ്റ് സെൽഫ് ഒരു കോംപ്ലിക്കേറ്റഡ് തിങ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കതിന് ഡെഫിനേഷൻസ് ഉണ്ടാക്കണം. അതൊന്ന്. പക്ഷേ എനിക്ക് നെഗറ്റീവ് മീനിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ റോങ് മീനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആൻഡ് റൈറ്റ് മീനിങ്സ് നമ്മൾ തേടണം എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അവർ സെർച്ച് ഫോർ മീനിങ് ഈസ് ഇൻ എ റോങ് ഡയറക്ഷൻ എന്നുള്ളതാണ്. മീനിങ് റോങ് ആണെന്നുള്ളതല്ല, നമ്മൾ മീനിങ് തേടുന്നത് ഒരു റോങ് ഡയറക്ഷനിലാണ്. അപ്പോൾ മീനിങ് ഒരു മീനിങ്ങും തേടണ്ടാത്തൊരു വ്യക്തിയായി മാറണോ അതോ മീനിങ് കൊടുക്കണോ എന്നല്ലേ ചോദ്യം. മീനിങ് കൊടുക്കുന്ന വ്യക്തി തന്നെയായിരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളല്ലാത്ത സകലതിൻ്റെയും മീനിങ് ആണ് തേടുന്നത്. നമ്മളല്ലാത്ത സകലതിൻ്റെയും മീനിങ്. എനിക്കെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ലോകം എന്തുകൊണ്ട് ഇങ്ങനെയായി, എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെയായി, എൻ്റെ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖം വന്നു, എന്തുകൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റിയില്ല. ഇതിനൊക്കെ എവിടെയോ നമ്മുടെ ചുറ്റും എന്തൊക്കെയോ കുറേ നിഗൂഢതകളുണ്ടെന്നും ഈ നിഗൂഢതകളുടെ അർത്ഥം എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്നും. അപ്പോൾ നമ്മളുടെ സെർച്ച് കംപ്ലീറ്റ് എവിടേക്ക് പോയി? പുറത്തേക്ക് പോയി. മീനിങ് നമ്മൾ തേടണം. പക്ഷേ മീനിങ് തേടുന്ന ആ ആളുണ്ടല്ലോ, ആ ആളെക്കുറിച്ചിട്ടുള്ള മീനിങ്ങുകളാണ് നമ്മൾ തേടേണ്ടത്. തേടുന്നവനെ കുറിച്ചിട്ടാണ് നമ്മൾ തേടേണ്ടത് വാസ്തവത്തിൽ. അതാണ് പ്രശ്നം തോന്നുന്നു. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ആ ഒരു മീനിങ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ അവിടെ ഈ പറഞ്ഞ ഒരു ബേസിക് മീനിങ് അല്ല, ലൈഫിനെ നമ്മൾ അർത്ഥമാക്കുന്ന കാര്യങ്ങളല്ല അവിടെ വരുന്നത്. അതൊരു ട്രാൻസെൻഡൻ്റലായി, അതായത് എന്നെക്കാൾ ബിയോണ്ട് ആയിട്ടുള്ള മീനിങ്ങിനാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്തോ പ്രപഞ്ചത്തിന് എന്തോ ഒരു മീനിങ്. അതായത് മനുഷ്യർക്ക് ശരിക്കും ഇന്ന് വരെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത പലതിനെയും ഡിഫൈൻ ചെയ്യാൻ പോകുന്നൊരവസ്ഥ. അത് എൻഡ്ലെസ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആകും. ഞാൻ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. ഒരു 4-5 ദിവസം മുമ്പ് എനിക്കൊരാളൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എന്നിട്ട് ആ വീഡിയോയുടെ കോൺസെപ്റ്റ് എന്താണെന്നറിയോ, ടൈറ്റിൽ എന്താണെന്നറിയോ, നമുക്കറിയാത്ത അനവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നതാണ് വീഡിയോയുടെ കോൺസെപ്റ്റ്. ഈ പുള്ളി ജീവിതത്തിൽ ഒരു തരത്തിലും രക്ഷപ്പെട്ടിട്ടില്ലാത്തൊരു പുള്ളിയാണ്. മീൻസ് അത്യാവശ്യം ജീവിക്കുവാനുള്ള പണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, ഒന്നും ഹാപ്പിയല്ല, സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യൻ. പക്ഷേ ഇയാൾ ഈ തേടലുകളിലാണ്. ഞാൻ പുള്ളിക്ക് അയച്ച മറുപടി എന്തായിരുന്നു എന്നറിയോ, ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്, അത് തേടാതെ ഈ മനസ്സിലാക്കാൻ പറ്റാത്തത് തേടുന്നതുകൊണ്ടാണ് നീയൊന്നും രക്ഷപ്പെടാത്തത് എന്നാണ് ഞാൻ മറുപടി അയച്ചത്. അതായത് ഇന്നും നമുക്ക് പിടികിട്ടാത്ത പ്രപഞ്ച രഹസ്യങ്ങൾ, ഇത്തരം സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ മീനിങ് തേടുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖം, അതിൻ്റെ പിന്നാലെ നമ്മൾ വളരെയധികം പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അതെങ്ങാനായിരിക്കുമോ എൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം എന്നുള്ളൊരു ചിന്തയാണ്. സോ അത് നമുക്ക് ഇന്നവരെ പിടികിട്ടിയിട്ടില്ല.
നമുക്ക് ഇന്നേ വരെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒന്ന് തേടി കണ്ടുപിടിക്കാൻ പോകുന്ന എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ എൻ്റെ ചോദ്യം, നമുക്ക് ഇന്നേ വരെ മനസ്സിലായ ആയിരക്കണക്കിന് കാര്യങ്ങളില്ലേ, അത്യാവശ്യമെങ്കിലും മനസ്സിലായത്, പൂർണ്ണമായിട്ടല്ലെങ്കിലും അതിൻ്റെ ഡീപ്പർ മീനിങ്ങിലേക്ക് നമുക്ക് പോയിക്കൂടെ? ഒരു ഉദാഹരണത്തിന് നമ്മൾ ലോകത്തിൽ സെർച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു എൻഡ്ലെസ് ടാസ്ക്കാണ്, അത് തീരില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എന്നത് യൂണിവേഴ്സിൻ്റെ ഒരു മിനിയേച്ചർ കോപ്പിയാണ്. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെന്ന് പറയേണ്ട, നമ്മുടെ ഒരു കോശം പോലും യൂണിവേഴ്സിൻ്റെ ഒരു മിനിയേച്ചർ കോപ്പിയാണ്, ഒരു ആറ്റം പോലും യൂണിവേഴ്സിൻ്റെ ഒരു മിനിയേച്ചർ കോപ്പിയാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പൊസിഷനൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യ, ആഫ്രിക്ക, ചൈന, ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലും ആഫ്രിക്കയിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ചുറ്റും നമ്മുടെ മാഷ് ഒരു വടിയും പിടിച്ച് ചൂണ്ടി നടന്ന് പഠിപ്പിച്ചതെന്നാണോ? അല്ല, നമ്മളൊരു ഗ്ലോബ് വെച്ചത് പഠിച്ചില്ലേ, മിനിയേച്ചർ വെച്ചിട്ടല്ലേ നമ്മൾ പൊസിഷൻ പഠിച്ചത് രാജ്യങ്ങളുടെ. അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള പലതിൻ്റെയും മീനിങ് തേടാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും വേൾഡിൻ്റെ മീനിങ്ങിലേക്ക് എത്താൻ പറ്റും. ഈ മിനിയേച്ചർ വെച്ചിട്ട് അത് പഠിക്കാൻ പറ്റും. നമ്മളെ തന്നെ പഠിക്കുക, നമ്മളെ പഠിക്കുക. ഇതാണ് മനുഷ്യർ ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യൻ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. ഇത് തുടക്കത്തിൽ മൊയ്തീൻ പറഞ്ഞല്ലോ ഒരു പോയിന്റ്, മനുഷ്യന് എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു മീനിങ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളെക്കുറിച്ച് അത്തരത്തിലുള്ള ആളുകൾ കൺസൾട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യർ സാറ്റിസ്ഫൈഡ് അല്ല. അവർ ഒരുപാട് പണം തേടിയിട്ടുണ്ടാവും, തേടിയ പണം കിട്ടിയിട്ടുണ്ട്, ദെൻ അവരിപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അവരൊരു പാർട്ട്ണറെ തേടിയിട്ടുണ്ടാവും, ഒരു ഇണയെ തേടിയിട്ടുണ്ടാവും, തേടിയ ഇണയെ കിട്ടിയിട്ടുണ്ടാവും, ദെൻ ഓൾസോ അവരിപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ മനുഷ്യൻ ഓരോ സമയത്തും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ നമ്മളൊരു ബലൂൺ കൊണ്ടോ ചെറിയ കിലുക്കുന്ന കളിപ്പാട്ടം കൊണ്ടോ കളിച്ചിരുന്ന സമയത്ത് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബട്ട് അതിനേക്കാളും ബെറ്ററായൊരു സാധനം, ഒരു കാറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയപ്പോൾ കളിക്കുന്ന കാറേ ഇതിൽ നിന്ന് നമുക്ക് പിന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ നമ്മൾ അതിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്തു, അതിൻ്റെ ഒരു വാല്യൂ പോയി. അതെ. പിന്നെ നമ്മൾക്ക് ഒരു ഫുട്ബോൾ കിട്ടിയപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് സെറ്റുകൾ ഒഴിവാക്കി അടുത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് നമ്മൾ കണ്ടെത്തി. അപ്പോഴേക്ക് കൂട്ടുകാരെ കിട്ടിയപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഒരു ലവറയോ മറ്റോ കിട്ടിയാൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ജോലി, പണം, പിന്നെ അതിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. പിന്നെ പ്രായം കൂടെ തുടങ്ങി. പിന്നെ മക്കളുടെ കല്യാണം, മക്കളുടെ മക്കളെ കളിപ്പിച്ചുകൊണ്ടിരിക്കൽ, ഇങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈ ആകുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അത് നമ്മളെപ്പോഴും മാറ്റിയെടുക്കുന്നുണ്ട്. പുതിയത് നമുക്ക് വേണം. ഒരേ സാധനം ഇന്ന് നമ്മൾ ആ കളിപ്പാട്ടം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലല്ലോ, നമ്മളിങ്ങനെ ഗ്രോ ചെയ്യുമല്ലേ. എനിവേ നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിറ്റിനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് മരിച്ചും പോകുന്നുണ്ട്. ഇതാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയാണ് പോകുന്നത്. ഇനി മനുഷ്യകുലത്തിനെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക തൻ്റെ കുന്തം, മൃഗങ്ങളെ കുത്താൻ ഉപയോഗിക്കുന്ന തൻ്റെ കുന്തം മറ്റേ 4 എണ്ണത്തിനേക്കാളും കുറച്ച് നല്ല കുന്തമാണ്, എൻ്റെ കുറച്ച് പവർഫുൾ കുന്തമാണെന്നുള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രൈഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ എസ്റ്റീം ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക്. പിന്നെ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചുറ്റുമുള്ളൊരു 4 ആളുടെ കുതിരകളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുതിരയാണ് ഊശിരം കുതിര എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും. മനുഷ്യകുലം എങ്ങനെയാണ് അങ്ങനെ വന്ന് ഇപ്പോൾ നമ്മളിതുപോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണമെങ്കിൽ എൻ്റെ അയൽവാസികളുടെ വീടിനേക്കാളൊക്കെ കുറച്ചൊരു വലിയ വീട്, അവരൊക്കെ കാറിനേക്കാളൊക്കെ കുറച്ചൊരു നല്ല കാറ്, അവർ എല്ലാം നമ്മൾ സൊസൈറ്റിയിൽ നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് മാച്ചിങ് നടത്തിയിട്ട് നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ആണ് ഈ മീനിങ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ തേടുവാനുള്ള ഒരു ബ്രെയിൻ വാഷിങ് കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി നടന്നുകൊണ്ടേയിരിക്കുന്ന സമൂഹത്തിൻ്റെ ഇരകളാണ്. ഐ തിങ്ക് ഈ പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരാൻ കാരണം, അതായത് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ഗോള്, പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് മീനിങ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ വരാൻ കാരണം മനുഷ്യൻ്റെ ഡിസാറ്റിസ്ഫാക്ഷനാണ്. അതായത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരിക്കൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ വരില്ല. നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്താണ് ഈ ചോദ്യങ്ങളിലോട്ട് നമ്മൾ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിലോട്ടുള്ള ഒരു ഓട്ടം തന്നെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ആവാനാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് നമ്മൾ പല റോങ് ആയിട്ടുള്ള ഇതിൻ്റെയും പിറകിലാണ് ഈ ഒരു കാര്യം അന്വേഷിച്ച് നടക്കുന്നത്. പല ആളുകളും
ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. അതായത് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ തിങ്സ്, അല്ലെങ്കിൽ ഒരു ജോബായിരിക്കാം, അല്ലെങ്കിൽ പണത്തിന് പിന്നാലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പിന്നാലെ ആയിരിക്കാം, സാധനങ്ങളുടെ പിന്നാലെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് മീനിങ് തരിക എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരിക എന്നുള്ള ഒരു ഇതിൽ പിറകെ പോവും. പിന്നെ അതിൽ കിട്ടില്ല, ഡിസാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ വീണ്ടും ഈ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ചില ആളുകൾ എത്തുന്ന ഒരു പ്ലേസാണ് ഈ പറഞ്ഞ റിലീജിയൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി. അതൊരു തരത്തിലുള്ള മീനിങ് അവർക്ക് കൊടുക്കും. അവരെക്കാളും ഈ പറഞ്ഞ ഒരു ട്രാൻസെൻഡൽ ആയിട്ടുള്ള ഒരു മീനിങ് അവർക്ക് കൊടുക്കുന്നുണ്ടാവും. പല ആളുകളും റിലീജിയസ് ആയിട്ടുള്ള പല ആളുകളും വിശ്വസിക്കുന്നത് ഇതൊന്നും അല്ല, ഇവിടെയൊന്നും അല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള അപ്പുറത്താണ് മീനിങ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന പല ആളുകളുണ്ട്. പിന്നെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെയും ഈ പ്രപഞ്ചത്തിൽ എന്തോ ഒരു ഡീപ്പറായിട്ടുള്ള കാര്യത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമുണ്ട്, അങ്ങനെയും പോകുന്നവരുണ്ട്. അപ്പോൾ അതിനോടുള്ള ബായുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിനെ ഒന്നുകൂടെ ഇവിടെ എടുത്തു വയ്ക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കുക ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ളതാണ്. അനുഭവങ്ങളാണ് മനുഷ്യൻ തേടുന്നത്. ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോകുന്നൊരു മനുഷ്യനോട് എന്തിനാണ് പോകുന്നത് ചോദിച്ചാൽ നല്ല അനുഭവങ്ങൾ കിട്ടാനാണെന്ന് പറയും. ബാറിൽ ക്യൂ നിൽക്കുന്നവനോട് ചോദിച്ചാലും എന്തിനാണ് നീ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു അനുഭവം കിട്ടാനാണ്. മനുഷ്യന് അനുഭവങ്ങളാണ് ആവശ്യം, എക്സ്പീരിയൻസസ് വേണം. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എക്സ്പീരിയൻസ്, അതാണ് നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ്. ഇപ്പോൾ ഈ ഒരു വസ്തുവിന് ഇതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. ഈ ഒരു വസ്തുവിൽ നിന്നും ഞാൻ ഡിഫറൻ്റ് ആയിരിക്കുന്നത് എന്നിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സാധനം കോൺസ്റ്റൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? അതെ. സോ എക്സ്പീരിയൻസ് ഉണ്ടാക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ പണം ഉണ്ടാക്കുന്നത് എന്തിനാണ്? പല എക്സ്പീരിയൻസുകളും നമുക്ക് പൈസ കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടല്ലേ. നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? നിലവിൽ സിംഗിളായിരിക്കുന്നതിൻ്റെ അല്ലാത്ത വേറെ എന്തൊക്കെയോ കുറേ എക്സ്പീരിയൻസുകൾ ഞാൻ വിവാഹം കഴിച്ചാലേ എനിക്കൊരു ഇണ ഉണ്ടായാലേ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടല്ലേ. മക്കൾക്ക് ജന്മം കൊടുക്കുന്ന എന്തിനാണ്? അത് ഡിഫറൻ്റ് ആയ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടല്ലേ. അതോ സൊസൈറ്റിക്ക് 2 പൗരന്മാരെ നിർമ്മിച്ചു കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചിട്ട് ഇവിടെ ആരെങ്കിലും മക്കളെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. മനുഷ്യനെല്ലാം യാത്രകൾ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടല്ലേ. ഭക്ഷണം കഴിക്കുന്നത് പോലും വിശപ്പിന് വേണ്ടിയിട്ടാണോ മനുഷ്യർ, അതോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണോ? ഇപ്പോൾ ചിന്തിച്ച് നോക്കൂ. കൂടുതലും എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിന് 2 റൂട്ടുകളുണ്ട്. ദിസ് ഈസ് ദ കോർ, മനസ്സിലാക്കിക്കോളൂ. എക്സ്പീരിയൻസിന് 2 റൂട്ടുകളുണ്ട്. ഫിസിക്കലി നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കാം. ഞാനൊന്നും ശരിയെന്നോ തെറ്റെന്നോ പറയുന്നില്ല. 2ൻ്റെയും രീതികളും 2ൻ്റെയും കോൺസിക്വൻസസ് ഒക്കെ പറഞ്ഞുതരാം. ജീവിതത്തിന് 2 റൂട്ടിലൂടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. ഒന്ന് ഫിസിക്കൽ റൂട്ട്, മറ്റൊന്ന് അതിൻ്റെ ഒരു സ്പിരിച്വൽ റൂട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് നോൺ ഫിസിക്കലായിട്ടുള്ള റൂട്ട്. ഇതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്നറിയോ? ഫിസിക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഉള്ളിലുള്ള കംഫർട്ട്നെസ് തരുന്ന എക്സ്പീരിയൻസുകൾ, ലൈക്ക് സാറ്റിസ്ഫാക്ഷൻ പോലെയൊക്കെയുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ പുറമേ നിന്നുള്ള ഒരു സ്റ്റിമുലേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നതാണ് ഫിസിക്കൽ വേ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി നമുക്ക് ആവശ്യം നമ്മളുടെ ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷനാണ്. ഇതിന് നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻസ് ഉപയോഗിച്ച്, ഒരു വ്യക്തിയാകാം, ഒരു വസ്തുവാകാം, ഡ്രഗ്സോ ഡ്രിങ്ക്സോ എന്തോ ആകാം, ഒരു ട്രാവലിംഗ് ആകാം, അങ്ങനെ എന്തോ ഒന്ന് പുറമേ നിന്ന് എന്നിലേക്ക് ഇങ്ങോട്ട് ആഡ് ആകുമ്പോൾ എനിക്കത് എക്സ്പീരിയൻസ് ആവുന്നു. മറ്റൊന്നാണ്, ഞാൻ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ എന്നെ കൊണ്ട് തന്നെ അത് നിർമ്മിച്ചെടുക്കുന്നു. ഞാൻ എന്നിൽ നിന്ന് തന്നെ അത് മൈൻഡ് ചെയ്തെടുക്കുന്നു ആ എക്സ്പീരിയൻസ്. ഒന്ന് പുറത്തേക്ക് പോകുന്ന റൂട്ടും ഒന്ന് അകത്തേക്ക് പോകുന്ന റൂട്ടുമാണ്. ഈ എക്സ്പീരിയൻസ് അൾട്ടിമേറ്റ്ലി ഉള്ളിലുള്ള സാധനമാണെന്ന് ഉറപ്പാണല്ലോ. ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് പുറമേ നിന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല ശരിക്കും. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുന്ന ഒരു ദിവസത്തിൽ ഞാനൊരു കോമഡി സീന് കാണിച്ചെന്ന് എങ്ങനെ ഉണ്ടാവും? എൻജോയ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭക്ഷണവും കഴിക്കാൻ താല്പര്യമില്ലാതെ ഒരുമാതിരി എന്തെങ്കിലും പനികളൊക്കെ വന്നിട്ട് അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് കുറേ ടേസ്റ്റി ഫുഡുകളൊക്കെ ബിരിയാണിയൊക്കെ കൊടുന്ന് വിളമ്പി തന്ന എങ്ങനെ ഉണ്ടാവും? നമ്മൾ വില്ലിങ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ, നമ്മൾ ഒരു എക്സ്പീരിയൻസ് സൃഷ്ടിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ മാത്രമാണ് ഫിസിക്കൽ സ്റ്റിമുലേഷൻസ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അൾട്ടിമേറ്റ്ലി അപ്പോൾ എക്സ്പീരിയൻസസ് എവിടെ ഉണ്ടാവുന്നതാണ്? ഉള്ളിലുണ്ടാവുന്നതാണ്. അപ്പോൾ പക്ഷേ 2 രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. പുറമേ നിന്ന് നമുക്കിത് സ്റ്റിമുലേഷൻസ് ഉപയോഗിച്ച് എക്സ്പീരിയൻസുകൾ ഡെവലപ്പ് ചെയ്യാം. ഉള്ളിൽ നിന്ന് തന്നെ ഒരാളുടെയും ഒരു വസ്തുവിൻ്റെയും ഹെൽപ്പില്ലാതെ നമുക്ക് ഒരിടത്ത് ചുമ്മാ ഇരുന്നിട്ടും
ഈ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഈ രണ്ട് റൂട്ടിനും അതിൻ്റേതായ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നില്ല, പക്ഷെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ റിസൾട്ടുകളുണ്ട് ഇതിന്. ഞാനിതിൽ ആദ്യം ആ ഭാഗം പറഞ്ഞുതരാം, ഈ പുറത്തേക്ക് തേടി എക്സ്പീരിയൻസ് തേടി പോകുന്ന അവസ്ഥ പറഞ്ഞുതരാം. ഈ ഫിസിക്കലായിട്ട് അതിനെ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യുക. മൊയ്തീൻ ഒരു വീടുണ്ട്, ഈ വീടിനകത്താണ് മൊയ്തീൻ ജീവിക്കുന്നത്. മൊയ്തീൻ ഒരിക്കലും പുറത്തിറങ്ങില്ല. പക്ഷേ ഈ വീടിനകത്ത് ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും മിക്സിയുടെയും ഗ്രൈൻഡറിൻ്റെയും സകലത്തിൻ്റെയും സ്വിച്ചുകൾ വീടിൻ്റെ പുറത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് ഒരു സ്വിച്ചും ഇല്ല. ഇപ്പോൾ അതിനകത്ത് ഒരു സോഫയിൽ പോയിരുന്ന ഒരു ഫാൻ ഇടണമെങ്കിൽ പോലും പുറമേ ഒരാളോട് ഫോൺ വിളിച്ച് പറയണം, എൻ്റെ ഫാനിൻ്റെ സ്വിച്ച് ഒന്നിടും, ഹാളിൽ ഫാനിൻ്റെ സ്വിച്ച് ഇടുമെന്ന് പറയണം. ഒരു ബാത്റൂമിലേക്ക് കയറണം, ഹീറ്റർ ഓൺ ആക്കണം അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ അതിന് പുറമേ ഒരു ജോലിക്കാരുണ്ട് പുറമേ, അതിനൊക്കെ അവരോട് പറയണം. ദിസ് ഈസ് കോംപ്ലിക്കേറ്റഡ് അല്ലേ? അപ്പോൾ നമ്മളുടെ ലൈഫിലെ വീടിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും വീടിന് പുറത്തെ സ്വിച്ച് വേറൊരാൾ ഓൺ ചെയ്തിട്ട് വേണം ഇവിടെ അത് വർക്കൗട്ട് ആവാൻ എന്നുള്ളൊരു അവസ്ഥയിൽ ജീവിക്കുന്ന എത്ര ഭീകരമായ അവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ. ഇതുപോലെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ്, നമ്മളുടെ ഉള്ളിലുള്ള സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ ഉള്ളിലുള്ള പീസ് നമ്മളുടെ ഉള്ളിലുള്ള സാധനമാണ്. പക്ഷേ ഇതിന് ഡെഫിനറ്റ്ലി പുറമേ നിന്ന് സ്റ്റിമുലേഷൻസ് ഉപയോഗിച്ച് ഇത് ആക്റ്റീവ് ആവും. പക്ഷേ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നൊരവസ്ഥ വന്നാൽ ഓൾവേസ് വി നീഡ് പീപ്പിൾ ആൻഡ് വി നീഡ് സിറ്റുവേഷൻസ്, വി നീഡ് സം സ്റ്റിമുലേഷൻസ്, എന്തെങ്കിലും വേണം നമുക്ക്. അപ്പോൾ അത് ഒരു ട്രാപ്പല്ലേ സത്യം പറഞ്ഞാൽ? ഓൾവേസ് നമ്മളൊരു സ്ലേവ് അല്ലേ? അതെ. ആൻഡ് അതാണ് ഇപ്പോൾ നമ്മളുടെ വേൾഡിൽ നിൽക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫിസിക്കൽ ആ രീതിയിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ തേടി പോകുന്ന സമയത്ത് അവിടെ ശരിക്കും നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ്റെ പേരിലാണ് പോകുന്നത്. പക്ഷേ നമ്മളൊരു റോങ് റൂട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്ലഷറിനെ സാറ്റിസ്ഫാക്ഷനായിട്ട് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലഷർ ഇരുന്ന കാര്യങ്ങളിലോട്ട് ഈ ഒരു നമ്മൾ തുടങ്ങിയത് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ തേടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഈ പ്ലഷർ തരുന്ന കാര്യങ്ങളാണ് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ മനുഷ്യന്മാർ നമ്മൾ അതിൽ അഡിക്റ്റഡ് ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രഗ് അഡിക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ആണെങ്കിലും, ഇൻ്റർനെറ്റ് ആണെങ്കിലും, ഫോണാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പാകത്തിനുമാണ് നമ്മളുടെ വേൾഡും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കമ്പനീസ് വരെ, വലിയ വലിയ $multi-billion കമ്പനീസ് വരെ നമ്മളുടെ ഈ ഒരു വീക്ക്നെസ്സിനെ മുതലെടുത്തിട്ട് അതിനെ ഒരു കൺസ്യൂമറിസ്റ്റഡ് ആയിട്ടുള്ള ആ രീതിയിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് അവരുടെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ അത് തന്നെ മനുഷ്യൻ എന്താണ് തരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ഒരു പ്ലഷറിൽ പെടുന്ന സമയത്ത് ഒരു ഹൈ കിട്ടുന്നു, പക്ഷെ അതേപോലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഹെല്ലിലോട്ടാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? സാറ്റിസ്ഫാക്ഷൻ ഒരു കടൽ പോലെയാണ്, പ്ലഷർ അതിൻ്റെ ഒരു ചെറിയൊരു നുള്ളാണ്, അല്ലെങ്കിൽ ഒരു കുമ്പിളാണ്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഈ ഒരുപാട് കുമ്പിളുകൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കടൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അതിങ്ങനെ കുറച്ച് പലതുള്ളി പെരുവെള്ളം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ച പണി പാളും. ഇവിടെ പലതുള്ളി പെരുവെള്ളം ആവില്ല. കാരണം പ്ലഷേഴ്സ് എല്ലാം ലൈഫില്ലാത്ത സാധനങ്ങളാണ്. നമ്മൾ കുറച്ച് ആ സന്തോഷം നേടി, കുറച്ച് ഈ സന്തോഷം നേടി, മറ്റേ സന്തോഷം നേടി. ഇതൊക്കെ ജസ്റ്റ് ഒരു ബയോളജിക്കൽ ലെവലിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. വീണ്ടും അത് പഴയ പോലെ ഉണ്ടാവും. ഉണ്ടായ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഓഫ് ആവുന്നതോടെ, കുറയുന്നതോടെ വീണ്ടും നമ്മൾ പഴയ പോലെ. ബട്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഒരു സോൾഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് നമ്മളുമായിട്ട് കണക്റ്റ് ആവുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആക്ച്വലി ഇവിടെ മിസ്സാവുന്ന സാധനം എന്താണെന്നറിയോ? നമ്മളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്താ? നമ്മളാണ്. അത് ഉറപ്പല്ലേ? നമ്മൾ മറ്റു പലതും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടിയിട്ട് മറ്റു പലതിൻ്റെയും പിന്നാലെ ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് നമ്മളെയാണ്. അതിനാണ് നമ്മൾ ഈ സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും നേടിയിട്ട് എന്താ കാര്യം? ഉദാഹരണത്തിന് ഒരു സിനിമ കാണാൻ നിൻ്റെ 2 കണ്ണും ചൂഴ്ന്നു കൊടുത്ത് ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചോ? അങ്ങനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ലോകത്തെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ്, ആ ഫുഡ് നിനക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള പ്രതിഫലം നിൻ്റെ നാവ് മുറിച്ച് കൊടുക്കലാണെന്ന് വിചാരിച്ചോ? അതിൽ കാര്യമുണ്ടോ? ഇല്ല. സോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട യൂണിറ്റിനെ നഷ്ടപ്പെടുത്തിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനങ്ങളെ കയ്യിലാക്കാൻ ശ്രമിച്ചാൽ എന്താ ഗുണം? ഇതുപോലെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആളെ നഷ്ടപ്പെടുത്തുന്നു. മീൻസ് നമുക്ക് നമ്മളെ തന്നെ കൈമോശം വന്നിട്ടുണ്ട്.
മറ്റു പലതും നമ്മൾ നേടിയിട്ടുണ്ട്. അതാണ് മൊയ്തീൻ ആദ്യം പറഞ്ഞ പോയിന്റ്. നിറയെ പണമുണ്ട്, ബട്ട് ഒരു ഹോളോനെസ്, ഒരു എംറ്റിനെസ്. നിറയെ റിലേഷൻഷിപ്സോ എന്തോ അങ്ങനത്തെ സോഷ്യലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ബട്ട് അഗെയിൻ അവിടെ ഒരു എംറ്റിനെസ്. ഇങ്ങനെ പലതും നേടിയിട്ടുണ്ട്, ബട്ട് എംറ്റിനെസ് സ്റ്റിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള കാരണം ആ വ്യക്തിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള. ബൈബിളിലൊരു വാക്കുണ്ട്, ആത്മനഷ്ടം സംഭവിച്ചവൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ ലോകത്തിൽ എന്തു തന്നെ നേടിയാലും നിങ്ങൾക്ക് ആത്മാവിനെ നഷ്ടപ്പെട്ടുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. അത് ഇതുപോലെയാണ്, നാവ് മുറിച്ച് നൽകിയാൽ ബിരിയാണി കഴിക്കാൻ കിട്ടും എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പിന്നെ നാവ് വേണ്ടേ? ഇതുപോലൊരു മിസ്സിങ് അവിടെ ഇല്ലേ? ഇവിടെയാണ് സ്പിരിച്വൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഞാൻ കുറച്ച് ചുരുക്കി പറയാം. ബുദ്ധൻ ഇതിന് നല്ല ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. 4 പോയിന്റുകളാണ് ബുദ്ധൻ എപ്പോഴും പറയുക. ദുഃഖം, ദുഃഖ കാരണം, ദുഃഖ നിവാരണം, ദുഃഖ നിവാരണ മാർഗം ആണ് ബുദ്ധൻ്റെ രീതി. ദുഃഖം എന്താണ്? ലോകമേ ദുഃഖമാണെന്നുള്ളതാണ്. ഈ ലോകത്തിൽ നിങ്ങളിങ്ങനെ ഇറങ്ങി നടന്നാൽ വെറുതെ നിങ്ങൾക്ക് ദുഃഖങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. രോഗം ദുഃഖം തരും, നഷ്ടങ്ങൾ ദുഃഖം തരും, ധനനഷ്ടങ്ങൾ, ആപത്തുകൾ ദുഃഖം തരും, അപകടങ്ങൾ ദുഃഖം തരും. പല രീതിയിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഈ ലോകം നമ്മളെപ്പോഴും സെർവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ദുഃഖമുണ്ടാകാനുള്ള കാരണം ആഗ്രഹങ്ങളാണെന്നാണ് ബുദ്ധൻ പറയുന്നത്. നമ്മൾ പലതും ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാൽ തന്നെ 50% ചാൻസാണ് ഒരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഉള്ളത്. ഒന്നുകിൽ അത് നടക്കാം, അല്ലെങ്കിൽ അത് നടക്കാതിരിക്കാം. അപ്പോൾ 50% ദുഃഖത്തിനുള്ള കാരണം എന്തായാലും നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ദുഃഖം ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി ദുഃഖ നിവാരണമാണ്. ദുഃഖ നിവാരണത്തിന് ഒറ്റ വഴിയുള്ള ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത്. ഒന്നും ആഗ്രഹിക്കാതിരിക്കും, അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. ദുഃഖ നിവാരണ മാർഗം, ഈ ആഗ്രഹിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സമ്യക് പരിശീലനങ്ങൾ എന്നാണ് അതിനെ പറയുക. സമ്യക് പരിശീലനം. സമ്യക് പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ലെവലിൽ ഇങ്ങനെ ജീവിച്ചു പോവുക, മധ്യവർത്തിയായിരിക്കുക. ഒന്നിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകണ്ട, സങ്കടം ഉണ്ടാകുമ്പോഴും അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകണ്ട. ഇങ്ങനെ മിഡിലിൽ ഇങ്ങനെ ന്യൂട്രലായിട്ടുള്ളൊരു ഇമോഷൻസ് കൊണ്ടു നടക്കുക. ഇത് ചിലപ്പോൾ ആധുനിക കാലഘട്ടത്തിലുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാധനമായിരിക്കും. ന്യൂട്രൽ എന്ന് പറയുന്ന സാധനം ആളുകൾക്ക് ഇഷ്ടമല്ല. ബട്ട് ഇൻ റിയാലിറ്റി ഹ്യൂമൻ ലൈഫ് പോകുന്നത് ഒരു 60% എൻ്റെ എബോവ് ന്യൂട്രലാണ്. അങ്ങനെയാണ് അതിൻ്റെ നാച്ചുറൽ രീതി. മനുഷ്യനല്ല, ഒരുവിധം ജീവികളൊക്കെ 60% എബോവ് ന്യൂട്രലാണ് നമ്മുടെ ഇമോഷൻസ്. പിന്നെ കുറച്ച് മറ്റേ എക്സ്ട്രീമിലും ഈ എക്സ്ട്രീമിലും സന്തോഷം സങ്കടം പോലുള്ള ദ്വന്ദ്വങ്ങൾ എന്ന് പറയും. സന്തോഷം, സങ്കടം, അഭിമാനം, അപമാനം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ ഈ ന്യൂട്രൽ ആണ് ശരിക്കും ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബുദ്ധൻ വിഭാവനം ചെയ്യുന്ന കോൺസെപ്റ്റ്. മിഡിൽ പാത്ത് എന്ന് പറയും, മധ്യമാർഗം എന്ന് പറയും. ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ശൂന്യത അനുഭവപ്പെടില്ല, സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ. പക്ഷേ ആളുകൾക്ക് മിഡിൽ പാത്ത് ഇഷ്ടമല്ല. ഒരു ഇത്തിരി പൊങ്ങി നിൽക്കുന്ന സാധനങ്ങളാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളൂ. അതൊരു ട്രാപ്പല്ലേ? അപ്പോൾ സ്പിരിച്വാലിറ്റിയിലൂടെ ഉണ്ടാക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ന്യൂട്രലാവുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി തൻ്റെ കൂടെ തന്നെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സ്പിരിച്വൽ പേഴ്സണെ ഒന്ന് മനസ്സിൽ, ഹൈലി സ്പിരിച്വലായിട്ടുള്ള ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യരുടെ മനസ്സിൽ വരുന്നൊരു ഇമാജിനേഷൻ ഉണ്ടാവും. ഒരു പ്രവാചകനോ ഒരു മഹർഷിയോ സന്യാസിയോ ഏതെങ്കിലും ബുദ്ധന്മാരോ മറ്റോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു രൂപം. ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ സോഷ്യലൈസായി കൂട്ടത്തോടുകൂടെ ബഹളം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് വരില്ലല്ലോ. ഒരു ഏകാന്തമായൊരു വ്യക്തിയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. അപ്പോൾ എന്താ ഇത് അർത്ഥമാക്കുന്നത്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ഏകാന്തതയാണ്, സോളിറ്റ്യൂഡ്. ലോൺലിനെസ് അല്ല കേട്ടോ, ഇത് രണ്ട് വേർഡാണ്, സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലിനെസ്. സോളിറ്റ്യൂഡ് ആവുക നമ്മൾ. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാതെയാവുക എന്നാണ് അർത്ഥം. അല്ല, നമ്മൾ ഏറ്റവും വാല്യൂ ചെയ്തുകൊണ്ട്, നമ്മൾ നമ്മളോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്, നമ്മൾ നമ്മുടെ കോർ വാല്യൂസ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട്, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട്, നമ്മളെ തന്നെ ഒരു ഉറ്റ സുഹൃത്തായി കണ്ട്, നമ്മളെ തന്നെ പരിഗണിച്ചുകൊണ്ട് നമ്മളുമായിട്ട് ചിറ്റാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ലോകത്ത് നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്തായി നമ്മൾ തന്നെ മാറുന്ന അവസ്ഥ. നമ്മൾ തന്നെ നമ്മളുടെ ശത്രുവായി മാറിയേക്കാം, നമ്മൾ തന്നെ നമ്മുടെ മിത്രമായി മാറിയേക്കാം. മിത്രമാക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയും. ഇതെന്തതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മളുടെ കൂടെ മാത്രമായിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ
സാധാരണ ഇപ്പോൾ മനുഷ്യർക്ക് എന്താ സംഭവിക്കാറുള്ളത്? നമ്മൾ ഡിസ്കംഫേർട്ട് ആവും. ഒട്ടും ഇഷ്ടമല്ല അല്ലേ ഒരു മനുഷ്യന് തനിച്ചിരിക്കാൻ. അതിൻ്റെ അർത്ഥം അയാളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? കാരണം ഇപ്പോൾ മൊയ്തീൻ ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കാൻ ഇഷ്ടം ഉണ്ടാവുന്നുണ്ടോ? കംഫർട്ടാണോ? അത് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കംഫർട്ടായിരിക്കുന്നത്. എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോ മൊയ്തീന്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡിസ്കംഫർട്ട് ആയിരിക്കില്ലേ? അപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കൂടെ തന്നെ ഇരിക്കുമ്പോൾ ഡിസ്കംഫർട്ട് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇഷ്ടമല്ല? ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് അയാളെ മനസ്സിലാക്കില്ലേ. എനിക്ക് മൊയ്തീനെ വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ മൊയ്തീനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാളെ മനസ്സിലാക്കിയാലല്ലേ ഇഷ്ടപ്പെടുക. അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ എന്തായിരിക്കും റീസൺ? മനസ്സിലാക്കിയിട്ടില്ല. ഒരാളെ മനസ്സിലാക്കണമെങ്കിലുള്ള സ്റ്റെപ്പ്, മൂന്നാമത്തെ പോയിൻ്റാണിത്. ഒരാളെ മനസ്സിലാക്കണമെങ്കിലുള്ള സ്റ്റെപ്പ്, ഞാൻ മൊയ്തീനെ മനസ്സിലാക്കണമല്ലോ, ഇഷ്ടപ്പെടണം, കംഫർട്ടായിരിക്കണം, അതാവണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മൊയ്തീനെ മനസ്സിലാക്കിയിട്ടുള്ളത്? മൊയ്തീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, മൊയ്തീനോട് വളരെ ഡീപ്പിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മൊയ്തീനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മൊയ്തീൻ എനിക്ക് പറ്റിയൊരു സുഹൃത്താണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായതിനു ശേഷം ഞാൻ കംഫർട്ടാവുന്നു. ഇങ്ങനെ സ്റ്റെപ്സ് ഇല്ലേ? വേറൊരു മനുഷ്യൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് കംഫർട്ടാക്കാൻ പോലും ഇത്രയും സ്റ്റെപ്പില്ലേ? ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ അടുത്ത്. നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മളോട് തന്നെ സംസാരിക്കണം, അതിനുശേഷം നമ്മൾ തന്നെ മനസ്സിലാക്കണം, അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ കൂടെ ഇരിക്കാൻ വളരെ കംഫർട്ടായി തുടങ്ങും. അതിൽ അല്ലു സാർ പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തുടങ്ങി വെച്ച ചോദ്യം എന്താണ് ഗോള്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. പക്ഷെ ഇതൊരു സർക്കിളായിട്ട് വരാമെന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ, അതിന് കാരണം നമ്മൾ തന്നെ ഡിസ്കണക്റ്റഡ് ആയിട്ട് പുറമേ പല ആൻസേഴ്സും തേടുന്നു എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് മാറിയിട്ട് പുറമേ പല ആൻസേഴ്സും തേടുന്നു. പക്ഷേ ആക്ച്വലി നമുക്ക് സംതൃപ്തി വരുന്നത് നമ്മൾ തിരിച്ച് നമ്മളിലോട്ട് തന്നെ ആ സർക്കിള് വരുമ്പോഴാണ്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളിലോട്ട് നോക്കുന്നില്ല, നമ്മൾ വീണ്ടും ഈ ആൻസേഴ്സിനായിട്ട് പുറത്ത് നോക്കണം. ഈ പറഞ്ഞ പ്ലഷേഴ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയും ലൂപ്പിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ സംതൃപ്തി കിട്ടുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് നമ്മളിലോട്ട് തന്നെ വരിക എന്നുള്ളതാണ്. അപ്പം നമ്മളിലോട്ട് ഇരിക്കാൻ നമ്മൾ ടൈം കൊടുക്കുന്നില്ല. പക്ഷേ എന്തോ ഒരു ഡിസ്കംഫേർട്ടാണ്, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളായിട്ട് തന്നെ ആ ഒരു കോൺവെർസേഷൻ നടത്താനും നമ്മൾ സമയം കൊടുക്കുന്നില്ല. ഞാൻ പലരും പറയുന്ന എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും എന്നിലും നോട്ടീസ് ചെയ്ത കാര്യമാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ തോന്നും, എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ഫോണെങ്കിലും എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കണം. നമ്മൾ അതിനുള്ള സമയം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. പലരും നമ്മൾ നോക്കുന്ന വെച്ചാൽ ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ പോലും ക്യൂവിൽ കുറച്ചു നേരം പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആകുമ്പോഴൊക്കെ നമ്മളൊരു സ്റ്റിമുലേഷൻ വെച്ചിട്ട് നമ്മളവിടെ ഉടനെ നമ്മൾ തന്നെ എസ്കേപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എത്ര ഇമ്പോർട്ടന്റ് വേർഡ് ആണെന്ന് അറിയത്? നമ്മളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. മദ്യപിക്കുന്നൊക്കെ എന്തിനാ? ഡ്രഗ്സ് അടിക്കുന്നൊക്കെ എന്തിനാ? അതെ. പക്ഷെ ഈ ഒരു ഒറ്റ കാരണമാണ് നമ്മളുടെ ആ ഒരു പ്രശ്നത്തിലോട്ട് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതായത് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നമ്മൾ തന്നെ എസ്കേപ്പ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരിക, നമ്മളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിസ്കംഫേർട്ടിന് ആദ്യം നമ്മളൊന്ന് വില്ലിങ് ആവേണ്ടതായിട്ടുണ്ട്. ആദ്യം ഓബ്വിയസ്ലി നമുക്ക് പറ്റുന്നുണ്ടാവില്ല, അതായത് ആ ഒരു നമ്മളോടൊപ്പം ഇരിക്കാൻ ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷെ ആ ഡിസ്കംഫേർട്ടിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു കോട്ട് ഞാൻ ഇടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്, അതായത് ഒരു പഴയൊരു കോട്ടാണ്. അപ്പോൾ അതിൽ ആൾ പറയുന്നത് ഇതാണ്, അതായത് മനുഷ്യൻ്റെ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്ക് ഉള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവനോടൊപ്പം തന്നെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്തതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസറായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു വൺ വേർഡിൽ പറയുന്നത് വെച്ചാൽ, നമ്മളോടൊപ്പം തന്നെ ഇരിക്കുക, നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരിക എന്നുള്ളതായിരിക്കും. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ശരിക്കുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ്. അനിൽ സാർ പറഞ്ഞല്ലോ, നമ്മളുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്കെന്താണ് ശരിക്കും വേണ്ടത്, ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് ഈ ലോകത്ത് കെയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഒരു മീനിങ്, ശരിക്കുള്ള ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മളിത് പുറമെയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കൊരു പ്രാക്ടീസ് ആയിട്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഷുവർ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളില്ലേ, പണം പോലെയുള്ള കാര്യങ്ങളൊക്കെ, അത് വളരെ ആവശ്യം തന്നെയാണ്.
ബട്ട് അത് സാറ്റിസ്ഫാക്ഷൻ തേടലല്ലാതെ ബോധം വേണം. അത് നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യലാണ്. നമുക്ക് ജീവിച്ചു പോകണ്ടേ? ഇവിടെ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ പുഴുങ്ങി തിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഭക്ഷണം വേണം. അപ്പോൾ നമ്മൾ ഇര തേടുകയാണ്. പണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇര തേടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇര വേണം, കഴിക്കണം, ഉറങ്ങാനൊരു വീട് വേണം. അതിനൊക്കെ ബേസിക് നീഡ്സ്, ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പണം വേണം, ഇണ വേണം, ഇങ്ങനെ പലതും വേണം. നമുക്ക് സൊസൈറ്റി വേണം. നമ്മളെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണല്ലോ, കണക്റ്റഡ് ആണല്ലോ, നെറ്റ്വർക്ക് അല്ലേ ഹ്യൂമൻ ബീങ്. അതൊക്കെ വേണം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു നീഡ് തന്നെയാണ്. ബട്ട് സാറ്റിസ്ഫാക്ഷനും അതും തമ്മിലൊന്നും ഒരു ബന്ധമില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് രണ്ടും കണക്ട് ചെയ്യാതിരിക്കും. കിട്ടി. നിറയെ പണം ഉണ്ടായാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിഡ്ഢിയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് വലിയ പണക്കാരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണ്ടേ? എത്ര വലിയ വലിയ പണക്കാരാണ് നമ്മുടെ അടുത്തൊക്കെ വരുന്നല്ലേ? അവർ പണം തരാൻ തയ്യാറാണ്, ബട്ട് അവരുടെ എംപ്റ്റിനെസ് പൂർത്തീകരിച്ച് നമ്മൾ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പണം മുഴുവൻ നേടിക്കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും പറയാമായിരുന്നു, എല്ലാവരും നിറയെ പൈസ ഉണ്ടാക്കൂ, നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാമെന്ന് പറയാമായിരുന്നു. ഇതിപ്പോൾ പറയാൻ പറ്റില്ലേ? നമുക്കറിയാം, പണമുള്ളവർ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കയ്യിലധികം പൈസ ഒന്നും ഇല്ലാത്തവരെക്കാൾ കൂടുതൽ എംപ്റ്റിനെസ്സും അനുഭവിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും എന്താ എനിക്ക് ഇങ്ങനെയെന്നൊരു ചോദ്യം വരുന്നുണ്ട്. മറ്റേ ആളുകൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ എനിക്ക് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് ഒരു ഉത്തരം ഉണ്ട് അവർക്ക്. ഈ പണം കയ്യിലുള്ളവർക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ വീണ്ടും നിൽക്കുകയാണ്, എനിക്കെല്ലാം ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ സാറ്റിസ്ഫാക്ഷനിലല്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഫിസിക്കലായിട്ടുള്ള സകലതും നമ്മൾ നേടേണ്ടത് തന്നെയാണ്. അത് നമ്മൾക്ക് ജീവിച്ചു പോകാൻ ഒരുപാട് അസിസ്റ്റൻറ്റുകൾ വേണം. പണം ഒരു അസിസ്റ്റൻ്റാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബം, ബന്ധം, സകലതും ഒരു വ്യക്തിക്ക് ജീവിക്കുവാനുള്ള അസിസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് സാറ്റിസ്ഫാക്ഷൻ തേടൽ അതിലായിരിക്കരുത്, അത് ഉള്ളിലായിരിക്കണം. അവിടെ പ്രാക്ടീസ് എന്താണെന്ന് അറിയാം. നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കോഴ്സിൽ നിന്ന് ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടായിരിക്കണ്ടേ? ഞാനൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നിർബന്ധിച്ച് പിടിച്ചിരുത്തുക ഒരിടത്ത്. തുടക്കത്തിൽ അത് കംഫർട്ടായിരിക്കില്ല. ഫോൺ ഉണ്ടായിരിക്കരുത്, ടി വി ഉണ്ടായിരിക്കരുത്, വായിക്കാനൊരു പുസ്തകം പോലും ഉണ്ടായിരിക്കരുത്, എന്തെങ്കിലും സംഭവങ്ങളെ ചിന്തിച്ചുകൊണ്ടും ഇരിക്കരുത്. കൺമുന്നിൽ കാണുന്ന ദൃശ്യങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാനുണ്ട്, ഞാനിരിക്കുന്ന ആ ഒരു ചെറിയൊരു ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, വിത്തൗട്ട് എനിത്തിങ്, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒരു കാര്യത്തിലും എൻഗേജ്ഡ് അല്ല. ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇരുത്തലാണ് ഒന്നാമത്തെ കാര്യം. ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് വരെ ഇത് പ്രാക്ടീസ് ചെയ്യാം. ഈ ഡിസ്കംഫർട്ടിനെ നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റണം. അതിനുശേഷം അത് നമുക്ക് ഡിസ്കംഫർട്ട് അല്ലാതെയാകും. അത് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു പോയിൻ്റ് വരും. ആ പോയിന്റിൽ പിന്നെ നമ്മൾ പതുക്കെ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മൈൻഡ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ പതുക്കെ നമ്മളുടെ മനസ്സിലെ കോർ ഡിസയേഴ്സ്, നമ്മുടെ മനസ്സിലെ കോർ വാല്യൂസ്, ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്ത് എക്സ്പീരിയൻസുകൾക്കാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്? ചിലപ്പോൾ ആ വരുന്ന ആൻസേഴ്സ് പോലും ഫേക്ക് ആയിരിക്കട്ടോ, കാരണം നമ്മൾ ബ്രെയിൻ വാഷ്ഡാണ് സൊസൈറ്റിയിൽ നിന്ന്. വരുന്ന ആൻസറിനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യണം. ഞാൻ എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ബേസിക് പേർപ്പസ് എന്താണെന്ന് ചിന്തിച്ച മിക്ക ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഒരുപാട് ട്രാവൽ ചെയ്യണം. അപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യണം, എന്തിനാണ് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ചോദ്യം ചെയ്തുകൊണ്ടേ പോയി കഴിഞ്ഞാൽ അവസാനം ഒരു എക്സ്പീരിയൻസിലേക്ക് അതെത്തും. ബിക്കോസ് ഐ നീഡ് ഹാപ്പിനെസ്, ബിക്കോസ് ഐ നീഡ് പീസ്, ബിക്കോസ് ഐ നീഡ് സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനൊരു ആൻസറിലെത്തും. അത് ചുരുക്കി പറഞ്ഞാൽ ഏത് പർപ്പസുകൾ നമ്മൾ കുറേ പണം ഉണ്ടാക്കണമെന്നോ യാത്ര പോകണമെന്നോ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഡിസയേഴ്സ് ഉണ്ടെങ്കിലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് പോയ ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്. ആ എൻഡ് പോയിൻ്റ് ഒരു എക്സ്പീരിയൻസിൻ്റെ പേരായിരിക്കും. സോ ഞാൻ ആദ്യം പറഞ്ഞ ആൻസറിലെത്തിയില്ലേ? മനുഷ്യ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള. മീനിങ് തേടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്തോ ഒരു തരം ഹൈ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മീനിങ് തേടലുകളൊക്കെ നമ്മളെ ഒരു ബാഡ് എക്സ്പീരിയൻസിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ മീനിങ് തേടൽ നിർത്തുമായിരുന്നു. നമ്മുടെ പൂർവികരെ നിർത്തിയിട്ടുണ്ടാവും. അത് മീനിങ് തേടുമ്പോൾ നമുക്ക് എന്തോ ഒരു ഗുഡ് എക്സ്പീരിയൻസ്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ചിന്തിച്ച് നോക്കും അല്ലേ? അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു എക്സ്പീരിയൻസ് ചെയ്യലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ തനിച്ചിരിക്കുവാനും ഒരു ഗാഡ്ജറ്റ് പോലും ഇല്ലാതെ, നമ്മളിപ്പോൾ ഒരു സോഫയിൽ വെറുതെ ഒന്നിരിക്കുമ്പോൾ പോലും നമ്മളെല്ലാം പെട്ടെന്ന് ഫോൺ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതില്ലാതെ ഒരു കാര്യത്തിലേക്ക് എൻഗേജ് ആവാതെ മിണ്ടാതിരിക്കുക. അപ്പോൾ നമ്മളായിട്ട് കണക്റ്റഡായി തുടങ്ങും. നമ്മളൊരു മിത്രമായി തുടങ്ങും. ഇപ്പോൾ മൊയ്തീൻ പറഞ്ഞ വാക്കില്ലേ, എന്നിൽ നിന്ന് തന്നെ ഞാൻ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന അവസ്ഥ,
അത് പോസിബിളേ അല്ല. കാരണം നമ്മൾ മരിക്കോളം നമുക്ക് നമ്മളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊമെൻറ്റുകൾ കംഫർട്ടായി തുടങ്ങുക. ഇതിനെ നമ്മൾ സിംപ്ലി ഒറ്റ വാക്കിൽ പറയുന്ന വാക്കാണ് ധ്യാനം. അല്ലാതെ എന്തെങ്കിലും ഇരുന്നും തലകുത്തി മറുന്ന പ്രാക്ടീസുകളൊന്നുമല്ല ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കൂടെ ഇരിക്കുക. ഞാൻ ഏറ്റവും എന്നെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് വെറുതെ ഇരുന്നാൽ മാത്രമേ എക്സ്പീരിയൻസ് ആവുള്ളൂ. അതുകൊണ്ട് ഒരു വ്യക്തി, ഒരു മീനിങ് തേടുന്ന വ്യക്തി അൾട്ടിമേറ്റ്ലി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചുമ്മാ സൈലൻ്റായി ഒന്നും ചെയ്യാതെ ഇരിക്കും. ഇതേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചറാണ് നമ്മളെന്ന്. നമ്മളൊരു പല്ല് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ, നമ്മുടെ പല്ലിന് എന്തോ വേദനയുണ്ടെന്ന് വിചാരിച്ചു പല്ല് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല. എല്ലാം പല്ല് ഡോക്ടറാണ് ചെയ്യുക. നമുക്ക് ഒറ്റ ജോലിയുണ്ട്, വായ പൊളിച്ചിരിക്കണം. നമ്മളവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പണായിരിക്കണം നമ്മുടെ വായ. ബാക്കിയൊക്കെ പല്ല് ഡോക്ടർ ചെയ്യും. ഇതുപോലെ നമ്മൾക്ക് ഹയർ മീനിങ്സ് കണ്ടുപിടിക്കണോ ലൈഫിൽ, ഇതിനൊന്നും നിങ്ങളൊന്നും തലകുത്തി മറയേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഊറി വരുന്നതാണ്. ഈ മീനിങ്ങുകളൊക്കെ, ലൈഫിൻ്റെ മീനിങ്, ഹയർ പേർപ്പസെല്ലാം ചെയ്യേണ്ട ഒരേ ഒരു പണി, നിങ്ങളൊന്ന് കുറച്ചൊന്ന് എംപ്റ്റി സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക്. ഇത് കൺജസ്റ്റഡാണ് നമ്മുടെ ഷെൽഫേ, മൈൻഡ് എന്ന ഷെൽഫേ. നമുക്ക് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസുകൾക്ക് കയറാനുള്ള ഇടമില്ല. നമ്മളൊരു എംപ്റ്റി സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ ലൈഫിലിടയ്ക്ക്. സോ അതുപോലെ മാത്രമല്ല, അങ്ങനെ നമ്മൾ തന്നെ എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ നമ്മളുമായിട്ട് ഇരിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ പല ആൻസേഴ്സുമാണ് നമ്മളുടെ ഹെഡിൽ വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഫോൺ നോക്കുക. ഇപ്പോൾ മെയിനൊരു എസ്കേപ്പാണ് നമ്മൾ ഫോൺ നോക്കുക, സോഷ്യൽ മീഡിയ, റീൽസ് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വരുന്നത് ഒട്ടനേകം ആളുകളുടെ ഒപ്പീനിയൻസും അല്ലെങ്കിൽ മറ്റു പല പല ഐഡിയാസ്. അപ്പോൾ വേറെ നമ്മളിന്ന് വീണ്ടും ഡിസ്കണക്റ്റഡ് ആയിട്ട് മറ്റു പല വോയിസസാണ് നമ്മളെ തലയ്ക്കകത്ത് കയറ്റുന്നത്, മറ്റു പല ആൻസേഴ്സുമാണ് നമ്മൾ തലയ്ക്കകത്ത് കയറ്റുന്നത്. ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് മാച്ചിങ് അല്ലെങ്കിൽ പല മാനിപ്പുലേഷൻസ് അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ സോളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആൻസേഴ്സാണ്. പക്ഷേ അവിടെ മറ്റു പല ആളുകളുടെയും സൊസൈറ്റിൻ്റെയൊക്കെ ആൻസേഴ്സാണ് നമ്മുടെ തലയ്ക്കകത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിന്ന് ഡിസ്കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ട്രെൻഡുകളുടെയും ബ്രാൻഡുകളുടെയും, അങ്ങനെ സൊസൈറ്റി നമുക്ക് എന്തൊക്കെയാണോ ഇതാണ് ഒരു ലൈഫിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതാണ് ലൈഫിൽ ഹാപ്പിനെസ്, ഇതാണ് ലൈഫിലെ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുണ്ടിൻ്റെ പരസ്യത്തിൽ പോലും ഉണ്ടാവും, ഈ മുണ്ടെടുത്താൽ അഭിമാനമാണ്. ഇങ്ങനെയൊക്കെയാണ് ലോകം. ഞാൻ ഇതിൽ നിന്നൊക്കെ എന്ന് മുക്തനായോ? മുണ്ട് അഭിമാനിക്കാനല്ല, എൻ്റെ നഗ്നത മറയ്ക്കാനാണ് എന്ന് ആ സത്യം ഞാൻ അങ്ങോട്ട് അംഗീകരിക്കുന്നു. കാറ് അഭിമാനിക്കാനല്ല, എനിക്ക് ഒരിടത്തേക്ക് പോകാനാണ്. ഫുഡ് അഭിമാനിക്കാനല്ല, വിശപ്പകറ്റാൻ, എനർജിക്കും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ലോകത്തിലുള്ള സകല വസ്തുക്കളുടെയും മീനിങ്, റിയൽ മീനിങ്, അതാണ് ആദ്യം പറഞ്ഞത്. റോങ് മീനിങ് കൊടുത്തിട്ടുണ്ട്. മുണ്ടിന് അഭിമാനം എന്നുള്ള മീനിങ് ആരാ കൊടുത്ത്? നമ്മൾ കൊടുത്താണോ? നമ്മളെ കൊണ്ട് കൊടുപ്പിച്ചാണത്. അപ്പോൾ ഇങ്ങനെ സൊസൈറ്റി നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള സകല മീനിങ്ങുകളെയും വലിച്ചെറിഞ്ഞ് നമ്മളുടേതായ മീനിങ് അതിനുണ്ടായിരിക്കണം. ഡിസ്കവർ ചെയ്യണം നമ്മളത്. പിന്നെ നമ്മൾക്ക് ലോകത്തിലുള്ള സകലതിനും നമ്മുടെ മനസ്സ് പറയുന്ന ഒരു മീനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ബ്രെയിൻ വാഷ്ഡ് മീനിങ് ആയിരിക്കരുത്, മാനിപ്പുലേറ്റഡ് മീനിങ് ആയിരിക്കും. മറ്റൊന്ന്, നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നൊരു മീനിങ്. ഇതിലൊരു സെൽഫ് സഫിഷ്യൻസി ഉണ്ടായാൽ, മീനിങ്ങിൻ്റെ കാര്യത്തിലൊരു സെൽഫ് സഫിഷ്യൻസി, ഒരു കാര്യത്തിന് മൊയ്തീൻ കൊടുത്തിരിക്കുന്ന മീനിങ് തന്നെ ഞാൻ കൊടുക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? എനിക്ക് എൻ്റേതായൊരു മീനിങ് അതിനുണ്ടാക്കിക്കൂടെ? അപ്പോൾ ലോകത്തിലുള്ള സകലതിനും എനിക്ക് തന്നെയും ഞാനൊരു മീനിങ് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മീനിങ്ങിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റായി. സെർച്ച് ഫോർ മീനിങ് കഴിഞ്ഞു. പിന്നെ അവിടെ ഇനി ഒരു കാര്യം കൂടെ പറയാം, എന്നെക്കുറിച്ചിട്ടുള്ള മീനിങ്. എന്നെക്കുറിച്ച് നിങ്ങൾ 4 പേര് ചുറ്റും ഇരുന്നിട്ട് പലതും പറയുന്നു. ഇതെല്ലാം ഒപ്പീനിയൻസാണ്. എന്നെക്കുറിച്ച് ഞാനെന്ത് പറയുന്നു എന്നുള്ളതാണ് ഡെഫിനിഷൻ. ഇന്ന് കൂടുതലും ആളുകൾ ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ടാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഡെഫിനിഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, നമ്മളെക്കുറിച്ചൊരു ഡെഫിനിഷൻ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരു സൈഡ്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഒരു സൈഡിൽ ഒരാൾ വന്നിട്ട് എന്നെ വാനോളം പുകഴ്ത്തും, മറ്റൊരു സൈഡിൽ വന്ന് പച്ചത്തെറി വിളിക്കും. ഇത് രണ്ടും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഇയാൾ പുകഴ്ത്തുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണല്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടായാൽ, മറ്റേ ആൾ ചീത്ത വിളിക്കുന്ന സമയത്ത് അതും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ട് വരുമ്പോഴും ഐ നോ ദാറ്റ് വാട്ട് ഐ എം, ഐ ഹാവ് മൈ ഓൺ മീനിങ് അബൌട്ട് മീ. നിങ്ങൾ പുകഴ്ത്തിയാൽ അങ്ങനെ വലിയ ആളാവാനും ഞാൻ പോകുന്നില്ല, നിങ്ങൾ ചീത്ത വിളിച്ചാൽ കൊള്ളരുതാത്തവനാവാൻ പോകുന്നില്ല. ഐ ഹാവ് മൈ ഓൺ ഡെഫിനിഷൻ അബൌട്ട് മീ.
ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? സൈലൻ്റ് ആയിരുന്നിട്ടാണ്. ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുണ്ടാക്കുന്നതാണ്. ഈ പ്രാക്ടീസ് മിസ്സിങ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ മൊയ്തീൻ്റെ അടുത്ത് വരുന്ന ആളുകളോടാണെങ്കിലും ബേസിക്കലി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരൊറ്റ പ്രാക്ടീസ് അവർ ചെയ്താൽ മതി. ഒരു ദിവസം ഒരു 15 മിനിറ്റ് അവനവന് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് സെൽഫ്, അവനവന് ഒരു ടൈം അനുവദിച്ചു കൊടുക്കുക. അവനവൻ്റെ കൂടെ ഒരു സുഹൃത്തിൻ്റെ ദുഃഖങ്ങൾ കേൾക്കുന്ന പോലെ, ഒരു സുഹൃത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന പോലെ, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ അവനവനെ പരിഗണിക്കുക. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും. ഓക്കെ അപ്പോൾ ഇതിനകം നമുക്ക് ക്ലിയറാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്തോളം സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ഗോൾ എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അത് ഡിസാറ്റിസ്ഫാക്ഷൻ എന്നാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ തേടലാണ് നമ്മുടെ മനുഷ്യരുടെ ഒരു മെയിൻ ജോബ്. പക്ഷേ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് റോങ് റൂട്ടിലാണ്. നമ്മൾ ഇതുവരെ എല്ലാവരും ചെയ്യുന്നത് ഔട്ട്വേർഡാണ്, അതായത് പുറമെയാണ് അത് സീക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് തന്നെ 2 വഴികളുണ്ട്. ഒന്ന്, സാറ്റിസ്ഫാക്ഷൻ ശരിക്കും അനുഭവിക്കുകയെന്ന് വെച്ചാൽ ഒന്ന് ഫിസിക്കൽ റൂട്ട്, അനുസാർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സ്പിരിച്വൽ റൂട്ട്. ഫിസിക്കൽ റൂട്ട് ആവശ്യമാണ് നമ്മളുടെ ബേസിക് കാര്യങ്ങൾ, നീഡ്സ് മീറ്റ് ചെയ്യുക. പക്ഷേ അതിന്ന് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നുള്ളതാണ് സ്പിരിച്വൽ റൂട്ട്. സ്പിരിച്വൽ റൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളിലോട്ട് തന്നെ വരിക എന്നുള്ളതാണ്. നമ്മളിലോട്ട് തന്നെ റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ വേൾഡിൽ മിസ്സാവുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സർപ്രൈസ് ആവേണ്ട കാര്യമില്ല നമ്മൾ ഭൂരിഭാഗം പേരും സാറ്റിസ്ഫൈഡ് അല്ലാത്തത്. കാരണം നമ്മളിലോട്ട് വരുന്നില്ല, നമ്മൾ തന്നെ എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയറാണ് നമ്മൾക്കുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നതും ഇതൊരു കൺക്ലൂഷനായിട്ട് പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഈ ഒരൊറ്റ കാര്യമാണ്, സിമ്പിളായിട്ടുള്ള, നമ്മളിലോട്ട് തന്നെ വരിക, നമ്മളിലോട്ട് തന്നെ റീകണക്ട് ചെയ്യുക, അതിനുള്ളൊരു സ്പേസ് കൊടുക്കുക, എല്ലാ സമയവും നമ്മൾ തന്നെ എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കാതെ. സോ അത് നമ്മൾക്ക് വേണ്ട ആൻസേഴ്സ് ആ ഒരു സിമ്പിൾ പ്രാക്ടീസ് തന്നെ കൊണ്ടുതരുന്നുള്ളതാണ്. സോ താങ്ക് യു വീണ്ടും കാണാം. വീണ്ടും അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് ഉടനെ തന്നെ വരാം. See you.